കവിതാ ഗ്രൂപ്പിന്റെ 27ാം വാർഷികം കവിത ഇവന്റ് ഹബ്ബിൽ നടന്നു. ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ കെ.ഒ. വർഗീസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ മാനേജർ ഡോക്ടർ പത്മനാഭൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഉമാശങ്കർ കമ്പനിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് സംസാരിച്ചു. മികച്ച നേട്ടം കൈവരിച്ച ബ്രാഞ്ചുകൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. 20 വർഷത്തിലധികം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കവിതാ ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. കവിതാ ഗ്രൂപ്പ് ഡയറക്ടർ കെവിൻ വർഗീസ്, ഏരിയ മാനേജർമാരായ മോഹൻദാസ്, ഷിബു, ആൽബി, കവിതാ ഗ്രൂപ്പ് ഡയറക്ടർ കവിത വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ ഈ പടക്ക കമ്പനി എന്നുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ ഒട്ടും ശ്രദ്ധ ചെലുത്തിയില്ലാന്നുണ്ടെങ്കിൽ ഒരു അശ്രദ്ധ മതി അതെല്ലാം പ്രശ്നം ഉണ്ടായി മാറും. കാര്യം പണ്ട് തുടങ്ങി പറയാറുള്ള കാര്യമാണ്. എന്നിപ്പോ വീണ്ടും സംസാരത്തിൽ വന്നു. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഞാൻ റിലേറ്റ് ചെയ്ത് പറയാണ്. നമ്മളപ്പോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കും അതൊക്കെ മനസ്സിലാക്കി നമ്മളത് സെക്യൂർഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഫ്രീമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളിപ്പോ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് നമ്മൾ ഗോൾഡ് ലോൺ ഫോക്കസ്ഡ് ടാർഗറ്റാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത്. ബ്രാഞ്ചുകളിലെല്ലാവർക്കും ഗോൾഡ് അത് കടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇന്നതൊരു വലിയൊരു പ്രസ്ഥാനം ആയി വളർന്നിരിക്കുകയാണെന്ന്. അത് വെറുതെ ആയതല്ല. അതിൻ്റെ കൂടെ അന്ന് പണ്ട് ഈ തുടക്കത്തിൽ എൻ്റെ വാക്കുകൾ കേട്ട് എന്നെ വിശ്വസിച്ച് കൂടെ നടന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ പതിനായിരക്കണക്കിന് ഇടപാടുകാർ എൻ്റെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരുപാട് പേര് ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. അതിലൊരുപാട് പേര് നമ്മളുടെ ഇടയിൽ നിന്ന് ഈ ലോകത്തു നിന്ന് തന്നെ പോയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കണ്ണീരും വിയർപ്പും ഉപ്പും ചോരയുമാണ് ഇന്ന് ഈ പ്രസ്ഥാനം, ഈ സ്ഥാപനം ഇങ്ങനെ ഒരു പ്രസ്ഥാനമായി വളരാനായിട്ട് നിലനിൽക്കാനായിട്ടുള്ള കാരണം. ഒത്തിരി സ്വപ്നമൊക്കെ ആയിട്ട് അച്ഛനായിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ ഈ പട്ടണം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ഒരു വികാരി അച്ഛനായിട്ട് സേവനം ചെയ്യാൻ കിട്ടിയ അവസരം പരമാവധി അന്ന് അടിച്ചു പൊളിക്കണം. അന്നത്തെ കാലത്ത് അടിച്ചു പൊളിക്കണം. എനിക്ക് 47 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ വന്ന് ഒരു കൊച്ചു പള്ളി, ഒരു അച്ഛൻ താമസിക്കുന്ന ഒരു കൊച്ചു വീട്, പള്ളിമേടേ എന്നല്ല, ഒരു കൊച്ചു വീടെന്നാണ് പറയും. അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ച് അവിടുത്തെ എല്ലാ ജാതി മതസ്ഥരും, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ലായിരുന്നു അച്ഛൻ എന്ന് അന്നത്തെ കാലത്തറിയാം.